നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നമ്മൾ പൈസ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ആദ്യ പങ്ക് നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച കാര്യം. ഇപ്പോൾ 10 മുട്ടകളിൽ 1 മുട്ട പോയി, ഇനി 9 മുട്ടകളേ ഉള്ളൂ. ആ 9 മുട്ടകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതിൽ 5 എണ്ണം, അതായത് നിങ്ങളുടെ ആകെ വരുമാനത്തിൻ്റെ 50% അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റിവെക്കണം. നമ്മളുടെ വീട്, കുടുംബം, കുട്ടികൾ, അവരുടെ ആവശ്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആ പണം മാറ്റിവെക്കണം. അതിൽ ആഹാരം വരും, വസ്ത്രം വരും, മറ്റ് ചിലവുകളൊക്കെ വരും. എന്തിനെന്നറിയാവോ? നമുക്ക് ഈ പൈസ വിഭജിക്കുന്നതിൽ 2 സെഗ്മെൻറ്റുകൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിലവിൽ കടബാധ്യതയുള്ളവർ. 2, കടമൊന്നുമില്ല പക്ഷേ വരുമാനം അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളവർ. അപ്പോൾ ഞാൻ ആദ്യം ഈ കടമുള്ളവരെക്കുറിച്ച് സംസാരിക്കാം. കടമുള്ളവർ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഓരോ വിഹിതവും എങ്ങോട്ടേക്ക് മാറ്റിവെക്കണം, നമുക്ക് ഈ വിഷയം തന്നെ സംസാരിക്കാം. ഞാൻ ഈ സംസാരിക്കുന്നതിന് റെഫറൻസ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോണിൻ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ തവണ അർക്കാദിനെ പരിചയപ്പെടുത്തി ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അർക്കാദ്, ഇന്നത്തെ ടാറ്റയ്ക്ക് പകരമായി അന്നത്തെ അർക്കാദ്. അതേപോലെ തന്നെ ആ പുസ്തകത്തിലൊരു കഥാപാത്രമുണ്ട്, അതാണ് ദേബാസർ. ഈ ദേബാസർ നിരവധി ബിസിനസ്സുകൾ ചെയ്തു, പക്ഷെ പൊട്ടിപ്പോയി. കടക്കണിയിൽ അകപ്പെട്ട് സ്വൈര്യമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. ഈ അർക്കാദ് പഠിപ്പിച്ച പാഠമനുസരിച്ച് ദേബാസർ എങ്ങനെയാണ് കടക്കണിയിൽ നിന്ന് മുക്തനായി എന്നുള്ളത് അദ്ദേഹം ഒരു ശിലയിൽ കൊത്തിവെച്ചു. ഈ ബാബിലോണിയൻ സംസ്കാരമാണ് അക്ഷരങ്ങൾ സംഭാവന ചെയ്തെന്ന് പറയുന്നു. അന്നത്തെ ശിലാഫലകങ്ങൾ വളരെ പ്രശസ്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശിലാഫലകം ഈ അടുത്തയിടെ ഒരു പ്രൊഫസർ കുഴിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹം അത് വായിക്കാനായിട്ട് ഈ പുരാവസ്തുക്കൾ റീഡ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് കൊടുക്കുകയുണ്ടായി. അവിടെ ഒരു രസകരമായ കോമഡി നടന്നു. കോമഡിയല്ല, നടന്ന സംഭവമാണ്. ഈ പ്രൊഫസർക്ക് നമ്മുടെ ഈ എക്സ്പെർട്ട് ഒരു കത്തെഴുതുകയാണ്. ഹലോ സാർ, അങ്ങ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ആ ശിലാഫലകം ഞാൻ വായിച്ചു. ആ വായിച്ചതിൽ നിന്നും 4000 വർഷങ്ങൾക്ക് മുമ്പേ, ക്രിസ്തുവിനും 4000 വർഷങ്ങൾക്ക് മുമ്പേ ദേബാസർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ശിലാഫലകത്തിൽ അയാൾ അന്ന് എങ്ങനെയാണ് കടക്കണിയിൽ നകപ്പെട്ട് പോയതിൽ നിന്നും മുക്തനായി എന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിരുന്നു. അങ്ങ് ഈ ശിലാഫലകം തരുമ്പോൾ എൻ്റെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമായിരുന്നു. ആ ശിലാഫലകത്തിലെ പോയിന്റുകൾ ഞാൻ ഈ കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ കടക്കണിയിൽ നിന്നും മുക്തനാകാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം നമ്മൾ വീണ്ടും മനസ്സിലാക്കിയാണ്, അന്നുണ്ടായിരുന്ന അതേ പ്രോഗ്രാം തന്നെയാണ് ഇന്നും വർക്ക് ചെയ്യുക. അതിലെന്താണ് എഴുതിയിരുന്നറിയാവോ? ഈ ദേബാസനെ സംബന്ധിച്ച് ജീവിക്കാൻ വേറെ രക്ഷയില്ല. എന്നും കടക്കാർ വന്ന് ബഹളം വെക്കുന്നു, മുന്നോട്ട് പോകാൻ ഒരു രക്ഷയുമില്ല. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലരുടെയും അവസ്ഥ അതുതന്നെയായിരിക്കാം അല്ലേ? സാരമില്ല കേട്ടോ, ഞാനും ഒരിക്കലും അതേപോലത്തെ അവസ്ഥ വഴി കടന്നു പോയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളുടെ കഥ പോലെ ഇത് ചർച്ച ചെയ്യാം. പൈസ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൈസ വന്നു തുടങ്ങിയതിൻ്റെ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ, ഉള്ളതിൻ്റെയൊക്കെ ഒരു സുഖവും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികൾ വരുമ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് ചില വഴിവിളക്കുകളുണ്ടാവും. അതിലൊന്നാവട്ടെ നമ്മുടെ ദേബാസറിൻ്റെ ഈ ശിലാഫലകം, അതിലെ കാര്യങ്ങൾ. അർക്കാദ് പഠിപ്പിച്ച പാഠം പ്രകാരം ദേബാസർ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിൽ നിന്നും വരുമാനമുണ്ടാക്കി. ആ ഉണ്ടാക്കിയ തുകയിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടി ആദ്യമേ മാറ്റിവെച്ചു. അർക്കാദ് അവിടെ കട്ടിങ് വരും അല്ലേ? അർക്കാദ് പറഞ്ഞത് പ്രകാരം അതിൽ നിന്നും 50% അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ചെലവിനായിട്ട് മാറ്റിവെച്ചു. അപ്പോൾ തന്നെ അവിടെ ഒരു അത്ഭുതം നടന്നു. എന്താണെന്നറിയോ? നാളിതുവരെ പൈസ ഇല്ലാതെ കിട്ടുന്ന പണമെല്ലാം കടക്കാർക്ക്, പ്രത്യേകിച്ചും ഇന്നത്തെ ബ്ലേഡ് പലിശ പോലെ അന്ന് വട്ടിപ്പലിശക്കാർക്ക് കൊടുത്ത്
കോംപ്രമൈസ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്ത് ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും കിട്ടിയപ്പോൾ തന്നെ അവർ ഹാപ്പി ആവാൻ തുടങ്ങി. അവിടുന്ന് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ദേബാസറിനെ കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാൻ കാരണമായി. അതുകൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങളോട് പറയുക, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% നിങ്ങളുടെ കുടുംബത്തിനായിട്ട് മാറ്റിവെക്കുക. കാരണം ആ കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഹാപ്പി മണി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മണി വൈബ്രേഷൻസ് ഹൈ ആക്കി വെക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം ഹാപ്പി ആവണം, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർ ഹാപ്പി ആവണം. അതിനുവേണ്ടി മെജോറിറ്റിയും 50%, അപ്പോൾ 10 മുട്ടയിൽ 5 മുട്ട ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുക. ദേബാസർ കടക്കാരുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന പണം മുഴുവൻ കടക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അർക്കാദ് പഠിപ്പിച്ച പാഠം, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ 20% കടം വീട്ടാൻ മാറ്റിവെക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, കടം പെരുകുകയാണ്, വരുമാനത്തിൻ്റെ 20% മാത്രം മാറ്റിക്കൊണ്ട് എങ്ങനെ കടം വീട്ടാൻ പറ്റും? അന്ന് ദേബാസർ ചെയ്തെന്താണെന്നറിയാമോ? അദ്ദേഹം ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. തനിക്ക് എത്രയാണ് കടമുള്ളത്, ആർക്കൊക്കെയാണ് കടം കൊടുക്കാനുള്ളത്. ആ കൊടുക്കാനുള്ള കടക്കാരുടെ വീട്ടിലേക്ക് അദ്ദേഹം നേരിട്ട് കയറി ചെന്നു. അവരോട് പറഞ്ഞു, ഞാൻ അങ്ങക്ക് ഇത്ര തുക തരാനുണ്ട്, കഴിഞ്ഞ കുറേ നാളുകളായി ഇത് പെൻഡിങ് ആണ്, അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ നിരവധി തവണ അങ്ങയുടെ ശകാരം കേൾക്കേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുക. ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ലാഭം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ലാഭത്തിൻ്റെ 20% ഞാൻ അങ്ങേക്ക് തരാൻ തയ്യാറാണ്. മിക്കവാറും ആൾക്കാർ എതിർത്തു. കാരണം എന്താ, ഈ ചെറിയ പൈസ കിട്ടിയിട്ട് നീ എന്നെൻ്റെ കടം വീട്ടാനാണ്? അപ്പോൾ ദേബാസർ പറഞ്ഞു, ഞാൻ കടം വീട്ടുകയാണ്, എനിക്ക് സമാധാനത്തോടെ ബിസിനസ് ചെയ്യാൻ സാധിച്ചാൽ എൻ്റെ വരുമാനം ഇതിൻ്റെ എത്രയോ മടങ്ങാക്കാൻ എനിക്ക് കഴിവുണ്ട്, ഞാനത് ചെയ്യുകയും ചെയ്യും. ഞാൻ അങ്ങനെ വരുമാനം കൂട്ടി വരുമ്പോൾ ഇപ്പോൾ തരുന്ന പണത്തേക്കാൾ കൂടുതൽ പണം ഞാൻ അങ്ങേക്ക് തരും. ഞാൻ ഒരു തുകയും തരാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അല്പം എങ്കിലും ഞാൻ പണം തരാൻ തയ്യാറാവുന്നത്. അത് കുറേ ആളുകൾക്ക് കൺവിൻസിങ് ആയി. കുറേ ആളുകൾ ഒട്ടും സമ്മതിച്ചില്ല. ചിലർ വഴക്കിട്ടു, ചിലർ മുറുമുറുത്ത് ഇഷ്ടമില്ലാതെ അത് അംഗീകരിച്ചു, ചില ആൾക്കാർ വഴക്കോട് വഴക്കായിട്ട് നിന്നു. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. വീട് ഹാപ്പിയായി, കടക്കാരിൽ നിന്നുള്ള പ്രഷർ കുറഞ്ഞു, ദേബാസർ സമ്പാദ്യത്തിൻ്റെ തോത് കൂട്ടാൻ തുടങ്ങി. ഇന്നലെ വരെ വരണ്ടുണങ്ങിയിരുന്ന, 1 രൂപ പോലും കിട്ടാതിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പണം കിട്ടിത്തുടങ്ങിയപ്പോൾ മുറുമുറുപ്പുണ്ടായിരുന്നവരൊക്കെ പതുക്കെ മുറുമുറുക്ക് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. എതിർത്തിരുന്നവർക്കും അല്പം പണം കിട്ടി തുടങ്ങിയപ്പോൾ പതുക്കെ എതിർപ്പുകൾ കുറഞ്ഞു തുടങ്ങി. വരുമാനത്തിൻ്റെ തോത് വർദ്ധിച്ചപ്പോൾ പണം കടം വീട്ടുന്നതിൻ്റെ തോതും വർദ്ധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഓരോ കടത്തിൻ്റെയും തോതനുസരിച്ച് ദേബാസർ കടത്തിൽ നിന്നും മുക്തരായി. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര കടമുണ്ടോ ആ വ്യക്തികളുടെ പേര്, ബാങ്കാണെങ്കിൽ ബാങ്കിൻ്റെ പേര്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി എഴുതി അതിൻ്റെ എമൗണ്ടും എഴുതി വെക്കണം. ഈ കടത്തെ നിങ്ങൾ 3 ആക്കി തിരിക്കണം. 3 കളർ പെൻ വാങ്ങണം. 1 റെഡ്, 2 ഗ്രീന്, 3 ബ്ലൂ. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടം, പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കടം, സഹിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്ന കടം, ആ റെഡ്. ബാങ്ക് ലോൺ പോലുള്ള കാര്യങ്ങൾ, പലിശയുണ്ട്, പലിശ വർദ്ധിച്ചു വരികയാണ്, പക്ഷേ അത്ര ഇറിറ്റേഷനല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു ബ്ലേഡ് പലിശ പോലെ അങ്ങ് നാൾക്ക് നാൾ പെരുകുന്നില്ല, അതെല്ലാം ബ്ലൂ. ഗ്രീൻ കടങ്ങളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നോ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നോ കുറച്ച് പണം വാങ്ങിയിരിക്കുന്നു. അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുകയാണ്, അത്യാവശ്യമില്ല, ധൃതിയില്ല, നിനക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് തുടങ്ങിയ കുറേ പൈസ ഉണ്ടാവും. നമ്മളെ ഉപദ്രവിക്കാത്ത, എന്നാൽ തിരിച്ചു കൊടുക്കേണ്ട ആ പൈസയെല്ലാം നിങ്ങൾ ഗ്രീനാക്കി മാർക്ക് ചെയ്യുക. റെഡ്, ബ്ലൂ, ഗ്രീൻ. നമുക്ക് കടം വീട്ടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ
ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് ഘട്ടത്തിലേക്ക് ആദ്യം വീട്ടാൻ പോകണം. അത് റെഡ് കാറ്റഗറിയാണ്. കാരണം റെഡ് കാറ്റഗറി നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ബുദ്ധിമുട്ടിക്കും. ഒന്ന്, ദൈനംദിനം ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ കോളുകൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. കാരണം ആ കോളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കോൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും, ജോലിയെ ബാധിക്കും. അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. രണ്ടാമത്തെ ഉപദ്രവം എന്ന് പറയുന്നത് ഇതിൻ്റെ പെരുകലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഒരു പലിശയ്ക്കും കൂട്ടുപലിശയ്ക്കും അതിൻ്റെ മേളിൽ പലിശ ആടിയത് ഈ തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്നത് കട്ട് ചെയ്യണം. നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഇത്ര ശതമാനം മാറ്റിവെക്കുക. ഇനി ദേബാസിൽ പറഞ്ഞതുപോലെ ചില ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോർപ്പറേറ്റ്സ്, ബാങ്കുകൾ തയ്യാറാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിഷ്ക്രിയ ആസ്തികളിലേക്ക് നിങ്ങൾ നോക്കണം. ഡെഡായി കിടക്കുന്ന അസറ്റുകളുണ്ടെങ്കിൽ ആ അസറ്റുകൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള തുകയേക്കാൾ കൂടുതൽ, അതിൻ്റെ വളർച്ചയേക്കാൾ കൂടുതൽ വളർച്ചാ സാധ്യതയില്ലെങ്കിൽ, ഉദാഹരണത്തിന് സ്ഥലമാണെന്ന് കരുതട്ടെ, ആ സ്ഥലത്തിന് കഴിഞ്ഞ 10 വർഷമായിട്ടൊരു സ്ഥലത്തിന് സെൻറ്റിന് 60,000 ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു 70-80 ആകുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് 60,000 രൂപ കടമുണ്ടെന്ന് കരുതുക. അത് ഒരു ബ്ലേഡ് ആണെങ്കിൽ അടുത്ത വർഷം 10 മാസം കഴിയുമ്പോൾ നേരെ ഇരട്ടിയാകും, 1,20,000 ആവും. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ വലിയ തുകയായിട്ടുണ്ടാവും. അത്രയ്ക്ക് മൂല്യം ഈ സ്ഥലത്തിന് വർദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഈ സ്ഥലം വിറ്റോളുക. ആ സ്ഥലം വിറ്റ് ഈ ഉപദ്രവിക്കുന്ന കടത്തെ ഇല്ലാണ്ടാക്കി മനസ്സമാധാനം നേടിയിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാന്നേ. നമുക്കൊരു പൈസ പോലും ഇല്ലെങ്കിലും എങ്ങനെ പൈസ കരുതി കണ്ടെത്തി വളരാമെന്നുള്ളത് ഞാൻ ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺഡ്, നമ്മോടൊപ്പം നിൽക്കുക. മെൻ്റർ പ്രേംലാൽ ലോകത്തെല്ലായിടത്തും എത്തണം. നിങ്ങളുടെ സഹായം വേണം. ഏറ്റവും ചുരുങ്ങിയത് 10 പേരിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. ലോകത്ത് നന്മ പടർത്താൻ, ഐശ്വര്യം പടർത്താൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. താങ്ക് യു സോ മച്ച്.